എൻ്റെ പേര് ഡോക്ടർ അങ്കിത ഫ്രാൻസിസ്. ഞാനൊരു പൾമനോളജിസ്റ്റാണ് തൃശ്ശൂർ. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ അമ്മയാണ്. അമ്മ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിരുന്നു ഫെബ്രുവരി 2023. എനിക്ക് വേണ്ടിയിട്ടാണ് ആൾ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഫൈനൽ ഇയർ MD എക്സാമിന് മുൻപായിട്ടൊരു തീസിസ് ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആ തീസിസിന് വേണ്ടി എനിക്ക് സൈനുകൾ, എൻ്റെ HOD കയ്യിൽ നിന്ന് സൈനുകൾ കിട്ടാൻ ഭയങ്കര കഷ്ടമായിരുന്നു. കാരണം ആൾക്ക് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആൾ സൈൻ ചെയ്യില്ല. മനഃപൂർവ്വം ആൾ എന്നെ താഴ്ത്തി പറയും. ഞാൻ എന്നിട്ട് അമ്മ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് ഇത് എനിക്ക് സൈനൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് കറക്ഷൻ വരുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു തീസിസിൽ. കറക്ഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് എക്സാമിന് 1 മാസം മുൻപായിരിക്കും ആ കറക്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് എൻ്റെ പഠിക്കാനുള്ള സമയം പോകുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അതിനുവേണ്ടി കുറേ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ പ്രാർത്ഥന ഞാൻ എല്ലാ ദിവസവും കാലത്തും വൈകുന്നേരവും ചെല്ലാറുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ 9 പ്രാവശ്യം അങ്ങനെ ചെല്ലാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഒരു മാർച്ച് 2023 എനിക്ക് അറിഞ്ഞു കറക്ഷനൊന്നുമില്ല. എനിക്കും എൻ്റെ കൂടെ പഠിക്കുന്നവർക്ക് 5 പേരുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിരുന്നു. എല്ലാവർക്കും കറക്ഷനില്ലാണ്ട് കിട്ടിയിരുന്നു. ഇത് മാതാവിൻ്റെ അനുഗ്രഹം ആണെന്ന് എനിക്കറിയാൻ കാരണം എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു PG ആൾ എന്നോട് പറഞ്ഞു, എൻ്റെ തീസിസിൽ ഒരു പേജ് മിസ്സിംഗ് ആണ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു പേജാണ്, അത് മിസ്സിംഗ് ആണ്. നിൻ്റെ തീസിസിൽ അത് മിസ്സിംഗ് ആണോ? അത് പ്രിൻ്റ് എടുക്കാൻ കൊടുത്ത സ്ഥലത്ത് പറ്റിയ എന്തോ ഒരു പ്രശ്നമായിരുന്നു. എന്നിട്ട് അവിടെ എൻ്റെ തീസിസിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോൾ ആ PG എന്നോട് ചോദിക്കുകയായിരുന്നു എങ്ങനെ നമ്മളുടെ തീസിസ് അക്സെപ്റ്റ് ആയി എന്നുള്ളത്. ആ ഒരു അനുഗ്രഹം മാതാവ് തന്നെ തന്നതാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ വന്നത് എൻ്റെ എക്സാമാണ്. എൻ്റെ എക്സാം ജൂലൈ 2023 തിയറി. പ്രാക്ടിക്കൽ ഓഗസ്റ്റിലായിരുന്നു. ഞാൻ തിയറി എക്സാമിന് എനിക്ക് അധികം പ്രശ്നം ഉണ്ടായിരുന്നില്ല. പഠിക്കാൻ എനിക്ക് കുറച്ച് ഒരു വർഷമായിട്ട് ഒരു തടസ്സം ഉണ്ടായിരുന്നു, ഒരു ഓർമ്മ വയ്ക്കാനും. അത് മുഴുവൻ എനിക്ക് ആകെ ഒരു പ്രശ്നം കൊണ്ടുണ്ടായേ. അവിടുത്തെ എൻ്റെ സീനിയേഴ്സ് എന്നെ കുറേ താഴ്ത്തിക്കെട്ടി സംസാരിച്ചപ്പോൾ ഞാനൊരു ഡിപ്രഷനിലായിപ്പോയി. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ശ്രമിച്ചിരുന്നു നന്നായിട്ട് പഠിക്കാൻ. പിന്നെ അമ്മ ഈ ഉടമ്പടി എടുത്തോട് കൂടിയിട്ട് എനിക്കൊരു കോൺഫിഡൻസ് വന്നു. എനിക്ക് നന്നായിട്ട് പഠിക്കാനും നന്നായിട്ട് എനിക്കിതിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് എനിക്ക് വന്നിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ജൂണിൽ എനിക്ക് തോന്നി ഞാൻ ഉടമ്പടി എടുത്താലേ കാര്യമുള്ളൂ എന്ന്. അപ്പം ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് ജൂൺ 20 വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട്, അച്ഛൻ ഹോൾ ടിക്കറ്റ് മാതാവിനോട് അടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ എനിക്കൊരു കാശ് രൂപം തന്നു. ആ കാശ് രൂപം വെച്ചിട്ടാണ് ഞാൻ എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പഠിക്കാറ്. കാലത്ത് എഴുന്നേറ്റിട്ട് ആ കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന, പള്ളിയിൽ പോക്ക് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ എനിക്ക് കുമ്പസാരിക്കാൻ 2 ആഴ്ച കൂടുമ്പോൾ പറ്റില്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോഴും ഞാൻ കുമ്പസാരിക്കാറുണ്ടായിരുന്നു. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉടമ്പടി നിബന്ധനകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. എൻ്റെ അമ്മയും അതുപോലെ തന്നെ ആൾക്കാരെ സഹായിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അമ്മ, പേപ്പറുമൊക്കെ കൊടുക്കുമായിരുന്നു. ഞാനും ഇങ്ങനെ പള്ളികളിലും കൊടുക്കും. പിന്നെ ആവശ്യമുള്ളവർക്ക് ചിലർ എന്നോട് വന്ന് പറയും ഇങ്ങനെ പ്രശ്നമുണ്ട് വീട്ടിലെന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ പേഷ്യൻസിന് ചിലർ അവരുടെ റിപ്പോർട്ടുകൾ അവർക്ക് കിട്ടിയിട്ട് അവർക്ക് മനസ്സിലാവില്ല. അപ്പം ഞാനത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. എന്താണ് ഈ റിപ്പോർട്ടിൽ പറയണത്, എന്താണ് അവർക്ക് പ്രശ്നം, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിപ്പോൾ അറിഞ്ഞവരായാലും അറിയാത്തവരായാലും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ എക്സാമിൽ ജൂലൈയിൽ എക്സാം എഴുതി. ഇതൊക്കെ ചെയ്ത് ഈ നിബന്ധനകളൊക്കെ പാലിച്ച് ഞാൻ എക്സാം എഴുതി. എക്സാമിൻ്റെ സമയത്ത് ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. അത് ഞാൻ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പറും കാശ് രൂപം വെച്ച്, അച്ഛൻ തന്നെ കാശ് രൂപം വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ടാണ് ഞാൻ പേപ്പർ സബ്മിറ്റ് ചെയ്യുള്ളൂ. എന്നിട്ട് എനിക്ക് പ്രാക്ടിക്കൽ എക്സാം ഓഗസ്റ്റിലായിരുന്നു.
ആ പ്രാക്ടിക്കൽ എക്സാം എനിക്കാണ് ഏറ്റവും ടഫായിട്ട് തോന്നിയത്. കാരണം അവിടെ വരുന്ന എക്സാമിനേഴ്സ് ഫെയിലാക്കാനുള്ള ഒരു ഇതിൽ വരുള്ളൂ, ഏത് എക്സാമിലായാലും, MBBS ആയാലും MD ആയാലും. അപ്പോൾ എനിക്കിത് അറിയായിരുന്നു, അവർ എന്നെ തന്നെയാണ് നോട്ടിട്ടിരിക്കണതെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ ആദ്യം തന്നെ പള്ളിയിൽ പോയി അവിടെ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇന്ന് എന്നെ സഹായിക്കണം, പ്രാക്ടിക്കൽ എനിക്ക് തന്നെ നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ എക്സാമിന് ചെന്നപ്പോൾ എൻ്റെ ഒരു പ്രാവശ്യം വൈവ കഴിഞ്ഞിട്ട് അവരെന്തോ തെറ്റുപറ്റി വേറൊരു എക്സാമിനറുടെ അടുത്ത് പോയിട്ട് വീണ്ടും സെയിം വൈവ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആ സെയിം എക്സാം 2 പ്രാവശ്യം ഞാൻ ചെയ്യേണ്ടി വന്നു. പക്ഷെ ഞാൻ മാതാവ് ഒരു ഫീലിംഗ് തന്നു, ഇത് നീ ഒരു കുറ്റം പറയണ്ട, നീ ഇത് ചെയ്തോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ 2ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഞാൻ എക്സാം ആൻസർ ചെയ്തു. ഞാൻ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 2nd പ്ലേസ് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ ഫെയിലാവുമെന്ന് വിചാരിക്കുന്ന ആ പ്രാക്ടിക്കലിലാണ് എനിക്ക് 2nd പ്ലേസ് കിട്ടിയിരുന്നത്. എനിക്ക് ഫൈനൽ എക്സാം വന്നപ്പോൾ എനിക്ക് 461 മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഒക്ടോബറിൽ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ പ്രാവശ്യം പുതുക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ ടോക്കൺ എടുത്ത് ഞാൻ നിന്നിരുന്നപ്പോൾ എൻ്റെ മുൻപിലുള്ള നമ്പേഴ്സ് ഒരു 450 അങ്ങനെയൊക്കെ ആയിരുന്നു. എൻ്റെ നമ്പർ 461. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താ പറ്റി. എൻ്റെ മുന്നിലുള്ള നമ്പർ 450, ഞാൻ 461 എങ്ങനെയാവണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞപ്പോഴാണ് എൻ്റെ അപ്പൻ, എനിക്ക് വിശ്വാസമില്ലാത്ത എൻ്റെ അപ്പനാണ് പറഞ്ഞത് 461 ആണ് നിനക്ക് കിട്ടിയ മാർക്കെന്ന്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് എനിക്ക് 461 മാർക്ക് കിട്ടിയിട്ടുണ്ടായി. അതേ ടോക്കണാണ് എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ അത് മാതാവിൻ്റെ ഒരു കരുതൽ തന്നെയായിരുന്നു, എന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക്. പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് വെച്ചാൽ, എനിക്ക് മെഡിക്കൽ കൗൺസിലിൽ രജിസ്ട്രേഷൻ കിട്ടാൻ ഭയങ്കര പ്രോബ്ലമായിരുന്നു. കാരണം MBBS രജിസ്ട്രേഷൻ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ പുറത്ത് പഠിച്ചുകൊണ്ട്. അപ്പോൾ ഞാനിവിടെ മെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നവംബറിൽ ഞാൻ കൊടുത്തു. നവംബറിൽ കൊടുത്തിട്ടും എനിക്ക് വീണ്ടും കറക്ഷൻ എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചയക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിനോട് കൂടിയിട്ട് ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാം, എന്തെങ്കിലും തടസ്സം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ വന്നു. ജാനുവരി 29-ാം തീയതി ഞാനിവിടെ വന്ന് 2024 വന്നിട്ട് ഞാൻ ഇവിടെ പുതുക്കിയിട്ട് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ, ഞാൻ ആ ലിസ്റ്റിൽ രജിസ്ട്രേഷൻ്റെ പ്രശ്നം എന്നല്ല എഴുതിയിരുന്നത്, ഞാൻ ജോലി കിട്ടാൻ തടസ്സം എന്നാണ് എഴുതിയിരുന്നതിൽ. ഞാൻ 2 പ്രശ്നങ്ങൾ അതിൽ എഴുതിയിരുന്നത്. അപ്പം അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ രജിസ്ട്രേഷൻ്റെ കാര്യം എന്തോ അച്ഛൻ പറയണ കേട്ടു. അപ്പോഴാണ് എനിക്ക് ഒരു ഇത് തോന്നിയത്, ചിലപ്പോൾ മാതാവ് തോന്നിച്ചതാണോ അത് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഇവിടെ നിന്ന് ഞാൻ നേരിട്ട് തിരുവനന്തപുരത്തേക്ക് പോയത് ഇത് മേടിക്കണം എന്ന് വിചാരിച്ച്. ഇത് റെഡി ആയിട്ടുണ്ടോ സർട്ടിഫിക്കറ്റ്, ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ വഴിയിൽ വെച്ച് എനിക്കൊരു കോൾ വന്നു. അപ്പോൾ അതിൽ ഇവർ പറഞ്ഞത് നാളെ തന്നെ വന്ന് കളക്ട് ചെയ്തോ, ഇന്ന് സൈൻ ആയിട്ടുണ്ട്, നാളെ തന്നെ വന്ന് കളക്ട് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വൈകുന്നേരം ഞങ്ങൾ വൈകുന്നേരത്തെ പ്രാർത്ഥന എത്തിക്കുമ്പോൾ മാതാവിൻ്റെ ആ സുഗന്ധാഭിഷേകം ഞങ്ങൾക്ക് കിട്ടണ്ടായിരുന്നു, എനിക്കും അമ്മയ്ക്കും കിട്ടണ്ടായിരുന്നു. അതെനിക്ക് ആദ്യമായിട്ടാണ് അനുഭവപ്പെട്ടേക്കുന്നത്. പിന്നെ എനിക്ക് ഉള്ളത് ജോലി തടസ്സമായിരുന്നു. ജോലി കിട്ടാൻ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിരുന്നു. ഞാൻ ലേറ്റായിട്ട് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയോണ്ട് എനിക്ക് എല്ലാ വേക്കൻസീസും ഫുള്ളായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് ചോദിക്കുന്നിടത്തൊക്കെ അവർക്ക് വേക്കൻസിയൊക്കെ ഫുള്ളാണെന്നൊക്കെ പറയണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു, ഒരു കൊച്ചിയിലൊരു ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ശമ്പളമൊന്നും എനിക്ക് തരാൻ പറ്റില്ല, ഒബ്സർവർഷിപ്പായിട്ടൊന്ന് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഞങ്ങൾ എഴുതി തരാം അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ശമ്പളം കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പഠിച്ചിട്ട് നമ്മൾ ശമ്പളം മേടിക്കാണ്ട് അങ്ങനെ പണിയെടുക്കാൻ എനിക്ക് പറ്റില്ല എന്നൊരു ഇതായിരുന്നു മനസ്സിൽ. പക്ഷേ എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് ഉണ്ടായാലാണ് ഇവിടെ ജോലി കിട്ടുള്ളൂ എന്നൊരു ഇതും ഉണ്ടായിരുന്നു.
അപ്പോൾ പിന്നെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞാനത് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് അവരോട് തിരിച്ചു പോന്നു. ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ അമൃതയിൽ പോയി. അമൃതയിലും അവിടെ വേക്കൻസി ഇല്ലയെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ വേറൊരു മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ഒരു വേക്കൻസി ഇല്ല, പക്ഷേ വേണമെങ്കിൽ എടുക്കാം. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ബ്രാഞ്ച് അവർ തുടങ്ങാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വേണമെങ്കിൽ പൾമനോളജിസ്റ്റായിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു. അവിടെ എനിക്ക് നല്ല ജോലി കിട്ടി. എനിക്ക് ആകെ ഒരു പേടി ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എൻ്റെ ഉടമ്പടി അനുസരിച്ച് എല്ലാ ദിവസവും പള്ളിയിൽ പോക്കും കുർബാനയും ഈ കുമ്പസാരം ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മെഡിക്കൽ കോളേജിലെല്ലാം ഉണ്ട്. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാം ഭംഗിയായിട്ട് നടത്താൻ പറ്റി. ഈശോയ്ക്ക് മാതാവിനും 1000 കോടി നന്ദി. ഞാൻ കൃപാസനം പത്രമൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു, പള്ളികളിൽ പോയി കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ആർക്കെങ്കിലും എനിക്ക് അവർ വന്ന് എന്നോട് ചോദിക്കണ്, ഭയങ്കര അത്യാവശ്യമുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഞാൻ അവർക്ക് കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ പോയി കാണാറുണ്ട്. പിന്നെ ഞാൻ പേഷ്യൻസിനെ സഹായിക്കാറ്, അങ്ങനെയൊക്കെ ഉണ്ട്. ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോഴാണ് ഉടമ്പടി നിബന്ധനകൾ കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് പാലിക്കാൻ സാധിക്കുക. ഈ മകള് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നു, എൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ച് ഉടമ്പടിയുടെ ആ ജീവിതം നയിക്കുവാൻ എനിക്ക് കഴിയുമോ, എനിക്ക് അങ്ങനെയുള്ള ഒരു സ്ഥലത്താകണമേ ജോലി കിട്ടുന്നതെന്നുള്ള എൻ്റെ ഒരു പ്രാർത്ഥന, അതെനിക്ക് അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നതെന്ന് തന്നെയല്ലേ ഈ മകൾ പറഞ്ഞു വയ്ക്കുക. അപ്പോൾ തനിക്ക് ജോലി കിട്ടുന്നത് എളുപ്പമല്ലായിരുന്നു, എന്നാൽ കിട്ടിയപ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലത്ത് തന്നെയാണ് കർത്താവ് ഈ മകളെ കൊണ്ടുചെന്നാക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. തൻ്റെ തീസിസ്, അതുപോലെ ആ തീസിസിൻ്റെ സമയത്തൊക്കെ ഈ മകൾക്ക് അനുഭവപ്പെട്ടിരുന്ന ഒരു ഒറ്റപ്പെടൽ, തനിക്ക് എല്ലാറ്റിനും തന്നെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ. അപ്പോൾ MD ആണ് പൾമണോളജി വിഭാഗത്തിൽ. അപ്പോൾ ഈ മകൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ കർത്താവിനോടൊത്തുള്ള ഒരു ജീവിതമാണ് നയിച്ചത്. അങ്ങനെയാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2:15 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്: ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. അതായത് പിന്നീട് അങ്ങോട്ട് കർത്താവിനെ കൂടെ കൊണ്ടു നടക്കുവാനായിട്ടുള്ള ഒരു അഭിവാഞ്ച, ഒരു തീഷ്ണമായ ഒരു ആഗ്രഹം, അതോടുകൂടി തന്നെയാണ് ഈ മകളുടെ ജീവിതത്തിൽ തനിക്കുണ്ടാകുന്ന പലതരത്തിലുള്ള തടസ്സങ്ങളും മാറിക്കിട്ടുന്നത്. തൻ്റെ തീസിസിൻ്റെ കാര്യം, അത് കഴിഞ്ഞ് തനിക്ക് വീണ്ടും രജിസ്ട്രേഷൻ്റെ കാര്യം. അപ്പോൾ അതിനൊക്കെ തടസ്സങ്ങൾ വരുമ്പോൾ ഇങ്ങോട്ടാണ് ഓടി വരിക, അമ്മയുടെ സന്നിധിയിലേക്ക്. അമ്മ എങ്ങനെയാണ് ഈ മകൾക്ക് ഓരോന്നിനും ഗൈഡൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. തൻ്റെ വൈവയുടെ കാര്യം പറയുന്നു, വീണ്ടും ഒരു വൈവ കൂടി ഈ മകൾ അറ്റൻഡ് ചെയ്യണം, ആദ്യത്തെ ഒന്ന് കഴിഞ്ഞു. അപ്പോഴമ്മ മനസ്സിൽ തോന്നിക്കുകയാണ്, നീ ഒന്നും പറയണ്ട, നീ കൂടുതൽ ഒരു കുറ്റവും നീ പറയണ്ട, ഇതെന്തുകൊണ്ടിങ്ങനെ വന്നു എന്ന് നീ ചോദിക്കേണ്ട. അത് ഈ മകളെ ശിരസ്സ വഹിക്കുകയാണ്. അങ്ങനെ തൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചത് ദൈവം തന്നെ തോന്നിച്ചതാണെന്നൊക്കെ ഒരു വ്യക്തിക്ക് തോന്നണമെങ്കിൽ അത് ദൈവസ്നേഹത്തോടെ നാം ജീവിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നുക. അല്ലെങ്കിൽ വരുന്നതൊക്കെ എന്തോ തോന്നലുകളാണെന്ന് നമുക്ക് വിചാരിക്കാനേ സാധിക്കുകയുള്ളൂ. എന്നാൽ ആത്മാവ് പ്രവർത്തിക്കുന്നതാണ്, ഇതെന്നോട് ഈശോ പറയുന്നതാണ് എന്നൊക്കെ തോന്നണമെങ്കിൽ തന്നെ നാം ഉടമ്പടി ജീവിതത്തിൻ്റെ ആ ഒരു വിശ്വസ്തത, മഹനീയത, പവിത്രത, ഇതൊക്കെ നാം കാത്തു സൂക്ഷിക്കുമ്പോഴാണ് നമുക്കങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് തന്നെ. അങ്ങനെ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ തന്നെ തൻ്റെ ആ ആകുലതകൾ, തനിക്കുണ്ടായിരുന്ന ആ ടെൻഷൻ, അതെല്ലാം മാറിയിട്ട് ഏറ്റവും നല്ല ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ തനിക്ക് സർവീസ് ചെയ്യാനായിട്ടുള്ള എല്ലാ കൃപകളും അമ്മ കൊടുത്തു എന്നാണ് ഈ മകൾ പറയുക. ഉടമ്പടി കാശുരൂപം അത് ധരിക്കുന്നത് തന്നെ ആ അമ്മ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ഉറച്ച ബോധ്യമാണ് നമുക്ക് കിട്ടുക. ഒരു നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന അമ്മയുടെ ഒരു കരുതലാണ് നമുക്ക് കിട്ടുക. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വ